പ്രിയപ്പെട്ട ജെയ്സനോടുള്ള ഹൃദയംഗമായ നന്ദി ധനത്തിൽ പ്രകാശിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിനോട് ഒരുമിച്ച് ദീർഘവർഷങ്ങൾ ഹൈറേഞ്ചിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്തൃസേവനത്തിലായിരിക്കാനുള്ള ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് തന്നിരുന്നു. എൻ്റെ ആത്മാർത്ഥ സ്നേഹിതന്മാരിൽ ഒരാളായിരുന്ന കർത്താവിൻ്റെ ദാസൻ്റെ വിയോഗം ഇന്നും ഞങ്ങൾക്കൊരു ദുഃഖമാണെങ്കിലും തൻ്റെ കുടുംബമായിട്ടുള്ള ആത്മബന്ധം ഇപ്പോഴും തുടരുവാൻ, പ്രത്യേകിച്ച് ഒരു പിതൃതുല്യമായി എന്നെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ഒക്കെ ജേസൻ കാണിക്കുന്ന എല്ലാവിധ കരുതലുകൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സുവിശേഷീകരണ ഉദ്യമങ്ങളെ സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് ദൈവവിലാശ്രയിച്ച് പ്രവേശിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രിയിലെ ദൈവവചന ധ്യാനത്തിന് വേണ്ടിയിട്ട് നമുക്കേവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വചനശകലം ഇവിടെ വായിക്കുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചു. ദാവീദിന്റെ പുത്രൻ എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വചനഭാഗമാണ് ഇത് എന്നുള്ളത് നിസ്തർക്കമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. കർത്താവായ യേശു ക്രിസ്തു തന്നെക്കുറിച്ച് ഇപ്രകാരം ചോദിക്കുന്ന ചോദ്യം ഇതിനു മുമ്പും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിലാണ്. ഫിലിപ്പിൻ്റെ കൈസരയിൽ വെച്ച് തൻ്റെ അരിമ ശിഷ്യന്മാരോട് കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം ചോദിച്ചു: ജനങ്ങൾ എന്നെക്കുറിച്ച് ആര് എന്ന് പറയുന്നു? നമുക്ക് ആ വേദഭാഗം സുപരിചിതമാണ്. അവിടെ അവർ നൽകുന്ന വിശദീകരണങ്ങൾ വ്യത്യസ്തമാണ്. ഏലിയാവെന്നോ, പ്രവാചകന്മാരിൽ ഒരുവനെന്നോ, ആ പ്രവാചകനെന്നോ, ഇങ്ങനെ ഇരമ്യാവെന്നോ, ഇങ്ങനെ ജനങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ശിഷ്യന്മാർ രേഖപ്പെടുത്തിയ ശേഷം യേശുക്രിസ്തു ശിഷ്യന്മാരോട് ചോദിച്ചു: നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞു? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? അതിന് പത്രോസ് പറഞ്ഞ മറുപടി നമുക്കറിയാം. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് മറുപടി പറയുകയാണ്. നാം ഇപ്പോൾ വായിച്ച വേദഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തു പരീശന്മാരോട് ചോദിക്കുകയാണ്: ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവൻ ആരുടെ പുത്രൻ? അവരുടെ മറുപടി അവൻ ദാവീദിന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രതികരണം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. എങ്കിൽ പിന്നെ ദാവീദ് കർത്താവിനെ ആത്മാവിൽ എൻ്റെ കർത്താവ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ച് അവരോടൊരു മറുചോദ്യം ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുകയാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ച് നാം അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ആന്തരിക വെളിപ്പാട് പ്രാപിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ലോകത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഇതേ ചോദ്യം ലോകത്തിലേക്ക് നാം ചോദിച്ചാൽ ലോകക്കാരും വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുവാനിടയായിത്തീരും. ഒരു നല്ല ഗുരുവാണെന്നോ, അല്ലെങ്കിൽ ഒരു നല്ല നേതാവാണെന്നോ, അതല്ലെങ്കിൽ ഉപദേഷ്ടാവാണെന്നോ, വ്യത്യസ്തങ്ങളായിട്ടുള്ള അനവധി അഭിപ്രായങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഇന്നും നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നതും നമ്മൾ അറിയേണ്ടതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പാടിലേക്ക് ഇന്ന് നമുക്ക് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ മെസ്സേജിൻ്റെ തുടർന്നുള്ള നിമിഷങ്ങളിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിലായിരിക്കണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടെ ഞാൻ മുൻപോട്ട് പോകുകയാണ്. ഇവിടെ മത്തായി സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യമാണ് ഞാൻ ആദ്യം ഉദ്ധരിച്ച യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോടുള്ള ചോദ്യത്തെക്കുറിച്ച് പറയുന്നത്. അവിടെ ജനങ്ങളുടെ അഭിപ്രായം കേട്ട ശേഷമായി ശിഷ്യന്മാരോടായിട്ട് ചോദിക്കുകയാണ്: നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ആരാണെന്നാണ് നിങ്ങളുടെ മറുപടി? ഇന്ന് രാത്രിയിൽ ഞാൻ ഈ മെസ്സേജിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നാളുകളേറെയായി കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായ നാം, യേശുക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നവർ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വക്താക്കളായിരിക്കുന്ന, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സാക്ഷികളായിരിക്കുന്ന നാം ഇന്ന് രാത്രി ആഴമായി അറിഞ്ഞിരിക്കേണ്ട ചില സത്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മൾ നയിക്കട്ടെ. ഇവിടെ ശിഷ്യന്മാർ 12 പേരുണ്ടെങ്കിലും പത്രോസാണ് ഇതിന് ഉത്തരം നൽകുന്നത്. താൻ പറഞ്ഞ മറുപടി നിങ്ങൾക്കറിയാം: നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞാൻ അറിയുന്നു.
ഈ മറുപടി കേട്ട ഉടനെ തന്നെ കർത്താവായ യേശുക്രിസ്തു പരീശന്മാരോട് പ്രതികരിച്ചതുപോലെ അല്ല ഇവിടെ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പ്രതികരിക്കുന്നത്. പത്രോസിനോട് പറയുകയാണ്, ബെറയോന സീമോനെ, ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് ഈ വെളിപ്പാട് നിനക്ക് തന്നത്. അതുകൊണ്ട് അവസാനിച്ചില്ല. അതിനെ തുടർന്ന് ചില കാര്യങ്ങൾ പത്രോസിനോട് പറയുന്നത് അതിന് താഴോട്ടുള്ള വാക്യങ്ങളിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം. എന്നിട്ട് പറയുന്നു, നീ പത്രോസാകുന്നു, എന്നാൽ ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് മാത്രമല്ല, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. മാത്രമല്ല, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് നൽകുന്നു എന്ന് പറഞ്ഞ് ചില അധികാരങ്ങളും ചില ശുശ്രൂഷകളും കൈമാറ്റം നടത്തുവാൻ തീർന്ന ആ പ്രസ്താവന വളരെ വിലയേറിയ പ്രസ്താവനയാണ്. നമ്മളത് ഒരു വാക്കുകൊണ്ട് അവസാനിപ്പിച്ച് കളയുവാനുള്ള ഒരു കാര്യമല്ല അത്. മറിച്ച് സ്തോത്രം, സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ തൻ്റെ മക്കളെക്കുറിച്ച്, ഈ ലോകത്തിലുള്ള ജനങ്ങളെക്കുറിച്ച് താൻ ആരാണെന്ന് ബോധ്യപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യം പത്രോസിന് ഇവിടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത് പത്രോസിന്റെ അറിവ് കൊണ്ട് നേടിയതല്ല, അല്ലെങ്കിൽ പത്രോസ് യേശുവിനോട് കൂടെ നടന്ന ദിവസങ്ങളിൽ അനുഭവിച്ച അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ഒരു പ്രസ്താവനയല്ല. മറിച്ച് കർത്താവ് തന്നെ പറയുന്നത്, ഇത് പിതാവായ ദൈവം, സ്വർഗസ്ഥനായ ദൈവം നിനക്ക് തന്ന ഒരു വെളിപ്പാടാണ്. തുടർന്നാണ് പറയുന്നത്, ഈ പാറമേൽ എൻ്റെ സഭയെ പണിയും. വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പ്രസ്താവനയാണ്. സഭ ആരുടെ മേലാണ് എന്ന്. പത്രോസിന്റെ മേലാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നവരുണ്ട്. അല്ല, പത്രോസ് ഒരു പാറക്കഷണമാണ്, ക്രിസ്തുവിന്റെ മേലാണെന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. എന്നാൽ ഈ വേദഭാഗം നാം സൂക്ഷ്മമായി പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, പത്രോസിന് പിതാവായ ദൈവം തമ്പുരാൻ കൊടുത്ത ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്ന വെളിപ്പാടിന്റെ മേലാണ് പുതിയ നിയമസഭ പണിയപ്പെടുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ഇന്ന് രാത്രി ഈ മെസ്സേജ് കൊണ്ട് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നതും ഞാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു ചിന്ത ഞാൻ പറയാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആരാണെന്നുള്ള ആഴമായ വെളിപ്പാട് ഈ കാലഘട്ടങ്ങളിൽ നാം പ്രാപിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു ക്രിസ്തീയ ജീവിതമോ ശുശ്രൂഷാപരമായിട്ടുള്ള അഭിവൃദ്ധിയോ കൈവരിക്കുവാൻ കഴിയുകയില്ല എന്നത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വെളിപ്പാട് പ്രാപിച്ച പത്രോസിനോട് നോക്കി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ, ഈ വെളിപ്പാടിൻ്റെ മേൽ, ഈ പാറയുടെ മേൽ ഞാൻ സഭയെ പണിയും. കാരണം ഈ വെളിപ്പാട് പാറ പോലെ ഉറപ്പുള്ളതാണ്. ഇത് യഥാർത്ഥമായിട്ടുള്ള വെളിപ്പാടാണ്. ഈ വെളിപ്പാടുള്ളവനെ കൊണ്ടാണ് ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ടുള്ളത്. ഇന്ന് രാത്രിയിൽ നമ്മുടെ വെളിപ്പാട് ക്രിസ്തുവിനെ കുറിച്ച് എന്താണ് എന്നതിനെക്കുറിച്ച് തുടർന്നുള്ള നിമിഷങ്ങളിൽ ചില കാര്യങ്ങൾ കൂടെ ബോധ്യമാകുവാൻ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 20-ാം അധ്യായം 30-31 വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ ആ റെഫറൻസ് നോട്ട് ചെയ്യുക, പിന്നീട് വായിച്ച് മനസ്സിലാക്കുക. അവിടെ യോഹന്നാന്റെ സുവിശേഷം എഴുതിയ അപ്പോസ്തലനായ യോഹന്നാൻ പറയുകയാണ്, യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വിവരിച്ചാൽ ധാരാളമുണ്ട്, ഇതിലേറെ എഴുതുവാനായിട്ടുണ്ട്. പക്ഷേ യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് അറിയേണ്ടതിനും അവനിൽ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും ആണ് ഇത് എഴുതിയിരിക്കുന്നത്. അതെ, ഈ സുവിശേഷത്തിൻ്റെ ഉദ്ദേശം, ഈ സുവിശേഷം എഴുതിയതിൻ്റെ ഉദ്ദേശം, അഥവാ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവപ്രവർത്തികളുടെ വിശദീകരണത്തിൻ്റെ ഉദ്ദേശം തന്നെ യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് വായനക്കാരും കേൾവിക്കാരും വിശ്വസിക്കണം. അതിനത്രേ യോഹന്നാൻ ഈ കാര്യങ്ങൾ എഴുതിയത്. വ്യക്തമായി നിങ്ങൾ അറിയുക, ഈ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ഉദ്ദേശം യേശു ദൈവപുത്രനാണെന്ന് സകലരും, ഇത് വായിക്കുന്ന സകലരും അറിയേണ്ടതിനാണ്. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. ഈ വെളിപ്പാട് പ്രാപിച്ച ചിലരെ വേദപുസ്തകത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പത്രോസിന് പുറമെ പ്രസ്താവിച്ച ചിലരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ, പത്രോസിനെ സംബന്ധിച്ച് 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. സമയം അനുവദിക്കുന്നെങ്കിൽ ഞാൻ പിന്നാലെ ചില കാര്യങ്ങൾ കൂടെ ഓർപ്പിക്കാം. മറ്റു ചിലരിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 37-ാമത് വാക്യമാണ്. പശ്ചാത്തലം ഇതാണ്:
യെരൂശലേമിൽ നമസ്കരിക്കാൻ വന്നിട്ട് മടങ്ങിപ്പോകുന്ന എത്യോപ്യ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരകനായ ഷണ്ണനെ കുറിച്ചുള്ള വേദഭാഗമാണ്. താൻ തേരിലിരുന്നു കൊണ്ട് ഒരുപക്ഷെ പെരുന്നാൾ സ്ഥലത്തു നിന്നും വാങ്ങിയതായ വേദപുസ്തക ചുരുൾ അത് നിവർത്തി തേരിൽ വായിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു സമയം താൻ വായിച്ചുകൊണ്ടിരിക്കുന്ന യെശയ്യാ പ്രവാചക പുസ്തകം 53 അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷേ അർത്ഥമറിയാതിരുന്ന ഈ പീലിപ്പോസ് തേരിനോട് ചേർന്ന് നടന്ന് നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്നതായിട്ട് നമുക്കറിയാം. അതിനുശേഷമായി അദ്ദേഹം പറയുകയാണ്, ഒരുവൻ പൊരുൾ തിരിച്ചു തരാൻ ഇല്ലാഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാനായിട്ട് കഴിയും? തുടർന്ന് പീലിപ്പോസിനെ ഈ രഥത്തിൽ പ്രവേശിച്ച് അതിലൂടെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള തിരുവെഴുത്തുകൾ പീലിപ്പോസ് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് ആരാണെന്നും താൻ ദൈവപുത്രനാണെന്നുമുള്ള ആ വസ്തുതകളെ വ്യാഖ്യാനിച്ച് ആ ബോധ്യം ഷണ്ണൻ്റെ ഉള്ളിൽ നൽകി യാത്രയുടെ നടുവിൽ വെള്ളമുള്ളൊരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ ചോദിക്കുകയാണ്, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം? സ്തോത്രം. അപ്പോൾ പീലിപ്പോസ് അദ്ദേഹത്തോട് പറയുന്നൊരു കാര്യം, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിലാകാം. ഇവിടെയാണ് നാം അറിയേണ്ടത്, ഈ ഷണ്ണന്റെ മറുപടി നാം ശ്രദ്ധിക്കേണ്ടത്, യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിച്ചത്, പീലിപ്പോസ് തിരുവെഴുത്തുകൾ തെളിയിക്കുമ്പോൾ അവനെക്കുറിച്ച് പീലിപ്പോസ് എന്ത് മനസ്സിൽ കണ്ടുവോ ആ ഒരു ദർശനത്തിലേക്ക് ഷണ്ണൻ എത്തിച്ചേരുവാനിടയായി. യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനെന്ന് ബോധ്യമായ, അത് ഏറ്റുപറയാൻ തയ്യാറായ, ആ കാര്യം വ്യക്തമായി ബോധ്യമായ ആ ഷണ്ണനെ ആ സമയത്ത് തന്നെ ആ വെള്ളത്തിലിറക്കി സ്നാനം കഴിപ്പിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ പീലിപ്പോസിനെ ദൈവത്തിന്റെ ആത്മാവ് മറ്റൊരിടത്തേക്ക് നയിച്ചു. ഷണ്ണനെ കുറിച്ച് എഴുതിയിരിക്കുന്നു, അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ യാത്ര തുടരുവാനായിട്ടിടയായി. ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ നാം അറിയേണ്ടത്, യേശുക്രിസ്തു താൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള വ്യക്തമായ വെളിപ്പാടാണ് നാം അറിയേണ്ടത്. അത് പ്രാപിച്ച ഷണ്ണൻ ഇതാ ദൈവ മകനായി തീരുക മാത്രമല്ല, ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി തീരുക മാത്രമല്ല, തൻ്റെ ഹൃദയത്തിൽ ഏറിയ സന്തോഷം ഉണ്ടാകുകയും ആ സന്തോഷം അനുഭവിച്ചുകൊണ്ട് താൻ മുൻപോട്ട് പോവുകയും ചെയ്യുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. മറ്റൊരു കാര്യം ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ബഥാനിയിലെ മാർത്ത മറിയമാരുടെ ഭവനത്തെക്കുറിച്ചാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ, ലാസറിൻ്റെ മരണശേഷം 4 ദിവസങ്ങൾ കഴിഞ്ഞ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി ആ ഗ്രാമത്തിലേക്ക് വരികയാണ്. യേശുക്രിസ്തു വരുന്ന വിവരമറിഞ്ഞ് ആ നഗരവാതിക്കലിലേക്ക് മാർത്ത ഓടിയെത്തി അവനെ സ്വീകരിക്കേണ്ടതിനായി. സ്തോത്രം. ഒരു കരച്ചിലോടുകൂടിയാണ് യേശുവിനെ അവൾ എതിരേറ്റത്. ആ സമയത്ത് തന്നെ കർത്താവായ യേശുക്രിസ്തു അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം സംസാരിച്ചു, സ്തോത്രം, ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറയുമ്പോൾ അവിടെ നടന്ന ഒരു സംഭാഷണത്തിൽ മറിയം പറയുകയാണ്, ഞങ്ങളുടെ സഹോദരൻ ജീവിക്കും, പക്ഷേ ഒടുക്കത്തെ പുനരുത്ഥാനത്തിലാണെന്ന് അവൾ സമർത്ഥിക്കുകയാണ്. പക്ഷേ സ്തോത്രം, ആ സംഭാഷണത്തിൻ്റെ ഒടുവിലേക്ക് നാം വരുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് അവൾ പറഞ്ഞ ഒരു വാക്കാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അവൾ പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തു വരാനുള്ള ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം, ആ ഒരു വെളിപ്പാട് അവൾ ഏറ്റുപറയുന്നതായി നമുക്ക് കാണാൻ കഴിയുക. അടുത്തതായി എന്താണ് സംഭവിച്ചത്? സ്തോത്രം. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് ക്രിസ്തു എന്ന ഏറ്റുപറച്ചിലിന് ശേഷമായി അതെ യേശുക്രിസ്തുവും മാർത്തയുമായി ആ ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലുകയാണ്. സ്തോത്രം. അവിടുത്തെ സംഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. സാധാരണ സുവിശേഷം വായിക്കുന്ന എല്ലാവർക്കും അറിയാം. എന്നാൽ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഇതാ സ്തോത്രം, യേശുക്രിസ്തുവിനെ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ഏറ്റുപറഞ്ഞ ആ കുടുംബത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുകയാണ്. മരിച്ചു 4 ദിവസങ്ങൾ കഴിഞ്ഞ് നാറ്റം വമിച്ചു തുടങ്ങിയതായ, ജീർണിച്ചു തുടങ്ങിയ, ദ്രവത്വം ബാധിച്ചു തുടങ്ങിയ ആ ശരീരത്തിലേക്ക് ലാസറെ പുറത്തു വരിക എന്ന ദൈവശബ്ദം, ദൈവവചനം ഇറങ്ങിച്ചെന്നപ്പോൾ അതെ 4 ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ച് മൺമറഞ്ഞതായ ആ ലാസറിന്റെ ഭൗതിക ശരീരത്തിന്മേൽ ആത്മാവും ജീവനും മടങ്ങി വരികയും ജീവനുള്ളവനായി ലാസർ പുറത്തു വന്നുകൊണ്ട് ആ കുടുംബത്തിന്റെ ദുഃഖം മാറുവാനായിട്ട് ആ ദേശത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ ഇടയായതിന്റെ പിന്നിൽ
അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട തൻ്റെ സഹോദരനെ തിരികെ ലഭിച്ചതിൻ്റെ പിന്നിൽ സ്തോത്രം ഇന്ന് രാത്രിയിൽ ദൈവവചന ധ്യാനത്തിലൂടെ, ദൈവവചന പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് യേശുവിനെ കുറിച്ച് മാർത്തയ്ക്കുണ്ടായ ആ വെളിപ്പാടിൻ്റെ അനന്തരഫലമാണ്. ഇന്നും അതേ സ്തോത്രം യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ എന്ന് തിരിച്ചറിയുന്ന, ആ വെളിപ്പാട് പ്രാപിക്കുന്ന എവിടെയും ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ടുണ്ട്. സ്തോത്രം. നമുക്ക് അറിയാം, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്ന സമയത്ത് സ്തോത്രം താൻ അനവധി അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി തീർന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അശുദ്ധാത്മാക്കൾ ബാധിച്ചതായ അനേകരെ സൗഖ്യമാക്കി എന്നുള്ളതാണ്. പക്ഷേ താൻ അങ്ങനെ ചെയ്ത ശുശ്രൂഷകൾ ചെയ്ത മേഖലകളിൽ, അശുദ്ധാത്മാവ് വെളിപ്പെട്ട മേഖലയിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവ പുറത്തു പോകുവാനിടയായി തീർന്നിട്ടുള്ളത്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഭൂതങ്ങൾ ഏറ്റവും അധികം ഭയപ്പെടുന്നത്, ഭൂതങ്ങൾ ഒരു വ്യക്തി വിട്ട് പുറത്തു പോകാൻ കാരണമായി തീരുന്നത് അവിടെ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവരറിയുമ്പോഴാണ്, ആ പേര് കേൾക്കുമ്പോഴാണ്. സ്തോത്രം. അല്ലെങ്കിൽ അങ്ങനെ ദൈവത്തിൻ്റെ പുത്രനെന്ന് മനസ്സിലാക്കി യേശുവിനെ അംഗീകരിച്ച ഒറ്റ വ്യക്തികളിൽ മേലും പിശാചിന് അധിവാസം കൊള്ളുവാൻ കഴിയുകയില്ല. അവിടെയെല്ലാം അവർ പറയുകയാണ്, നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുപോയ ചരിത്രങ്ങൾ നമുക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത്, യേശു ക്രിസ്തുവിനെ സ്തോത്രം ഭൂതങ്ങൾ ഏറ്റവും ഭയപ്പെടുന്നത് ദൈവത്തിൻ്റെ പുത്രൻ എന്ന അവൻ്റെ പേരിന് മുൻപിലാണ്. സ്തോത്രം. മാത്രമല്ല, നമ്മുടെ അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ ശൗലിൻ്റെ മാനസാന്തരത്തെക്കുറിച്ചുള്ള ദീർഘമായ ചരിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ ശൗൽ മാനസാന്തരപ്പെട്ട ശേഷമായി ദമസ്കോസിൽ കുറേ നാളുകൾ അവിടെയുള്ള ശിഷ്യന്മാരോടുകൂടെ പാർത്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ താൻ പാർക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് എഴുതിയിരിക്കുന്നത് 9-ാം അധ്യായം 20-23 വാക്യങ്ങളിൽ തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗ പ്രമേയമെന്ന് പറയുന്നത് യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് തെളിയിക്കുക അതായിരുന്നു. അതേ, താൻ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ദമസ്കോസിൽ താൻ കണ്ടുമുട്ടിയ ജനങ്ങളോട് തൻ്റെ പ്രഭാഷണങ്ങളിൽ, തൻ്റെ പ്രസംഗങ്ങളിലെല്ലാം യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് സമർത്ഥിച്ച് സാക്ഷിച്ച് അവിടെയുള്ള യഹൂദന്മാരുടെ നാവുകളെ അടക്കിക്കളഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, പൗലോസ് അപ്പോസ്തലൻ്റെ ഏറ്റവും പ്രസിദ്ധമായ പ്രസംഗത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത് യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനെന്ന് വെളിപ്പെടുത്തുന്നതിലായിരുന്നു പൗലോസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ശമരിയ പട്ടണത്തിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോഴും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ശമരിയുടെ പട്ടണവും അന്നത്തെ കാലത്ത് യെരുശലേമുമായിട്ട് യാതൊരു സമ്പർക്കമില്ലാതിരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ആ സാഹചര്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ശമരിയിൽ കൂടെ കടന്നുപോയതിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം വളരെ ശക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അവിടെ നാം കാണുന്നത്, ഈ ശമരിയയിലൂടെ കടന്നുപോയപ്പോൾ സുഖാർ എന്ന സ്ഥലത്ത് യാക്കോബിൻ്റെ ഉറവിനരികെ ഇരിക്കുന്ന യേശു, ശിഷ്യന്മാരാണെങ്കിൽ ഭക്ഷണം കൈക്കൊള്ളുവാൻ കടന്നു പോയിരിക്കുന്നു. തനിച്ചിരിക്കുന്ന യേശു കാണുന്നത് അതെ ആ ഉച്ചസമയത്ത് വെള്ളം കോരുവാൻ കടന്നു വരുന്ന ഒരു സഹോദരിയെയാണ്. ആ സഹോദരിയോട് കുടിക്കാനുള്ള വെള്ളം ചോദിച്ചു. അവർ തമ്മിലുള്ള ഒരു സംഭാഷണം, ദീർഘമായൊരു സംഭാഷണം നമുക്ക് അവിടെ കാണുവാനായിട്ട് പറ്റുന്നുണ്ട്. ഒടുവിൽ നിത്യജീവനെക്കുറിച്ചും ജീവജല നദിയെക്കുറിച്ചും ഒക്കെ സംഭാഷിച്ചു തുടങ്ങി. ഒടുവിൽ അത് ആരാധനയിലേക്ക് എത്തി. ആരാധന വിഷയത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ്, യെരുശലേമ്യരായ യഹൂദന്മാരായ ഞങ്ങൾ പറയുന്നു യെരുശലേമിലാണ് നമസ്കരിക്കേണ്ടത്, ശമര്യരായ ഞങ്ങൾ പറയുന്നു ഗെരിസീം പർവ്വതത്തിലാണ് നമസ്കരിക്കേണ്ടത്. എന്നാൽ സ്തോത്രം, മശിഹ വരുമ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് ബോധ്യമാക്കി തരുമെന്നുള്ള ആ ശമര്യരുടെ വിശ്വാസത്തെ അവൾ ഏറ്റുപറയുമ്പോൾ യേശു ക്രിസ്തു പറയുകയാണ്, സ്ത്രീയെ, നിന്നോട് സംസാരിക്കുന്ന ഈ ഞാൻ തന്നെയാണ് മശിഹ. അതെ, മശിഹായാണ് യേശു, അഥവാ ദൈവത്തിനാണ് യേശു എന്ന് ബോധ്യപ്പെട്ട അവൾ ഒരു കൊടുങ്കാറ്റ് പോലെ ശമരിയയുടെ പട്ടണത്തിലേക്ക് ഓടിപ്പോകുന്നതായി തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം. അവൾ വെള്ളം കോരുവാനായിട്ട് കൊണ്ടുവന്ന പാത്രം പോലും അവിടെ വെച്ച ശേഷമായിട്ട് ഇതാ പട്ടണത്തിലേക്ക് അവൾ ഓടി കണ്ടവരോട് മുഴുവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞതായ, എൻ്റെ ജീവിത രഹസ്യങ്ങളോട് പറഞ്ഞതായ ഒരുവനിതാ സുഖാറിൽ കിണറ്റിനരികെ നിൽക്കുന്നു, അവൻ മശിഹായായിരിക്കുമെന്നുള്ള സത്യം അവൾ വിളിച്ചു പറഞ്ഞു. കേട്ടവരെല്ലാം ആ സ്ഥലത്തേക്ക് ഓടിക്കൂടി.
യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക പദമുണ്ട്. ആ പട്ടണത്തിലേറിയ പുരുഷാരം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ കാരണമായി. സുവിശേഷങ്ങൾ നാം ശ്രദ്ധിച്ച് പഠിച്ചാൽ ഇങ്ങനൊരു പദപ്രയോഗം വേറെ എങ്ങും നമുക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല. ഏറിയ പുരുഷാരം യേശുവിൽ വിശ്വസിക്കുവാൻ കാരണമായതിൻ്റെ രഹസ്യം സ്തോത്രം, ശമരിയാക്കാരി സ്ത്രീ അവൾ മശിഹായെ തിരിച്ചറിഞ്ഞു ദൈവപുത്രൻ എന്ന നിലയിൽ. ഇന്ന് രാത്രിയിൽ അതേ നമ്മുടെയൊക്കെ ഉള്ളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു വെളിപ്പാട് നമുക്ക് ലഭിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി, നമ്മുടെ ഇന്ത്യയുടെ സ്ഥിതി ഇതായിരിക്കുകയില്ല. അതേ സ്തോത്രം, യേശു ദൈവപുത്രനാണെന്നുള്ള സത്യം മറ്റുള്ളവരോട് പറയുവാൻ ശമരിയക്കാരിൽ വ്യാപരിച്ചതുപോലുള്ള ആത്മാവിൻ്റെ ആ വലിയ നിയോഗം നമ്മുടെ മേലും കടന്നു വരുവാനായിട്ടിടയായിത്തീരും. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സ്നേഹിതരെ, ഇന്ന് രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നാം ക്രിസ്തുവിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? യേശു പരീശന്മാരോട് ചോദിച്ച ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സ്തോത്രം, അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പറയാനുണ്ടായിരുന്ന ഒരു മറുപടി ഇതാണ്: അവൻ ദാവീദിന്റെ പുത്രൻ. അതെ, ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ ആ പരീശന്മാർക്ക് സ്തോത്രം, യേശു ക്രിസ്തുവിൽ നിന്നുള്ള ഓരനുഗ്രഹങ്ങളും കരസ്ഥമാക്കുവാൻ കഴിഞ്ഞില്ല, ഒരു വിടുതലുകളും പ്രാപിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, സ്തോത്രം, യേശുവിനെ അതെ മനുഷ്യപുത്രനായിട്ട് അല്ലെങ്കിൽ ദാവീദിന്റെ പുത്രനായി അവൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് മാത്രമേ അവർക്ക് ബോധ്യമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതല്ല, ദൈവത്വത്തെക്കുറിച്ച് ബോധ്യം വന്നവർ അവർ സ്തോത്രം കർത്താവിനെ അനുഭവിച്ചത് വ്യത്യസ്തങ്ങളായ നിലകളിലാണ്. അവരുടെ വിചാരങ്ങൾക്ക് പോലും അല്ലെങ്കിൽ അവരുടെ ചിന്തകൾക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അവരുടെ മേൽ കടന്നു വരുവാനിടയായി തീർന്നല്ലോ. ഇന്ന് രാത്രിയിൽ ഞാൻ വായിച്ച ആദ്യത്തെ വാക്യത്തിലേക്ക് 1-2 നിമിഷങ്ങളോടെ ഞാൻ തിരിച്ചു വരുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. പത്രോസിനാണ് ഈ വെളിപ്പാട് ആദ്യമായിട്ടുണ്ടായത്. ആ പത്രോസിന് കർത്താവായ യേശു ക്രിസ്തു കൈമാറ്റം ചെയ്തതായ ഏറ്റവും ഒന്നാമത്തെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാൻ പറഞ്ഞു വരുന്നത് പുതിയ നിയമസഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായ മൂലക്കല്ല് ക്രിസ്തുവാണെങ്കിൽ അത് പണിയുവാൻ ദൈവം ഉപയോഗിക്കുന്ന വ്യക്തികൾ ക്രിസ്തുവിനെ ദൈവപുത്രനാണെന്ന് തിരിച്ചറിയുന്നവരെ കൊണ്ടാണ് സ്തോത്രം ക്രിസ്തു സഭയെ പണിയുവാൻ ഇടയായിത്തീരുന്നത്. ഇന്ന് രാത്രിയിൽ നാം വിചാരിക്കുന്നത് പോലെ സ്തോത്രം രക്ഷിക്കപ്പെട്ട എല്ലാവരെ കൊണ്ടും ദൈവസഭ പണിയാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. യേശുക്രിസ്തുവിൽ സാധാരണ നിലയിൽ വിശ്വസിക്കുന്ന ആരെ കൊണ്ടും ദൈവസഭ പണിയാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള ആഴമായ വെളിപ്പാട് ആർക്കുണ്ടാകുന്നുവോ അവരെ ദൈവം തൻ്റെ സഭയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ആ സഭയുടെ വെളിപ്പാട് അല്ലെങ്കിൽ ആ സഭയെക്കുറിച്ചുള്ള പ്രവചനം യേശുക്രിസ്തു ആദ്യമായി ചെയ്യുന്നത് ഈ സ്ഥലത്ത് വെച്ചാണ്. അതെ, പുതിയ നിയമത്തിലെ ദൈവസഭ, അതെ ക്രിസ്തുവിൻ്റെ ആത്മശരീരമായ ദൈവസഭയുടെ ആ വെളിപ്പാടിൻ്റെ കൈമാറ്റം ആദ്യമായി നടക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ശരിയായ വെളിപ്പാട് പ്രാപിച്ച പത്രോസിൻ്റെ മുൻപിലാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയാം, പുതിയ നിയമത്തിലെ ഏറ്റവും മഹത്തായ ദൈവിക സ്ഥാപനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സഭയാണ്. ആ സഭയുടെ ഭാഗമായി തീരുവാൻ ആർക്കും ഒരുപക്ഷെ കഴിയുമായിരിക്കാം. പക്ഷേ അത് പണിയുന്ന അതിമഹത്തായ ശുശ്രൂഷയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് പിതാവായ ദൈവം നൽകിയിരിക്കുന്ന ഈ വെളിപ്പാടിലൂടെ മാത്രമേ നമുക്ക് സത്യമായി തീരുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം പറയുന്നത്, സ്തോത്രം, പത്രോസിനോട് പറയുകയാണ്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് നൽകുന്നു. സ്തോത്രം. സാധാരണഗതിയിൽ ദൈവരാജ്യത്തിൻ്റെ താക്കോൽ എന്ന നിലയിൽ പല വ്യാഖ്യാതാക്കളും പ്രാർത്ഥനയാണതെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവരാജ്യത്തിൻ്റെ അധികാരം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തൊട്ടടുത്ത പ്രസ്താവനയിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തുറക്കുവാനും അടയ്ക്കുവാനുമുള്ള അധികാരമാണ് ഇവിടെ കർത്താവ് കൈമാറ്റം ചെയ്തിരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, അതായത് ഈ ഭൂമിയിലെ ദൈവസഭയുടെ സ്തോത്രം അധികാരത്തിൻ്റെ ശുശ്രൂഷകൾ, അതെ ഈ ഒരു വെളിപ്പാടുള്ളവരിലേക്കാണ് കർത്താവ് കൈമാറ്റം ചെയ്യുന്നത്. പത്രോസിന് അത് നൽകുന്നതായി നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. അതുമാത്രമല്ല, പിന്നീട് നാം താഴോട്ട് വായിച്ചു വരുമ്പോൾ
അഴിക്കുവാനും കെട്ടുവാനുമുള്ളതായിരിക്കുന്ന അധികാരം നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. എന്നാൽ മത്തായി സുവിശേഷം 18 നാം വരുമ്പോൾ 18-ാം അധ്യായത്തിൻ്റെ ഒടുവിലെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് സഭയെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അഥവാ ഞാനൊന്ന് സൂചിപ്പിക്കാം. 2-3 പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവിടെ നടുവിലുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് അവിടെ സഭയെക്കുറിച്ച് പറയുമ്പോൾ, അതെ, ഈ ഒരു അധികാരത്തിൻ്റെ കൈമാറ്റം പത്രോസിന് മാത്രമല്ല പുതിയ നിയമ സഭയ്ക്കും ദൈവം അത് കൈമാറ്റം ചെയ്തിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ഇന്ന് രാത്രിയിൽ നമുക്കുണ്ടാകേണ്ട ആന്തരികമായ വെളിപ്പാട് യേശു ക്രിസ്തുവിനെ കുറിച്ച്, അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ എന്ന ആ ശക്തമായ വെളിപ്പാട് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകേണ്ടതിന് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി പത്രോസിൻ്റെ ജീവിതത്തെ നാം വീണ്ടും വിശകലനം ചെയ്യുമ്പോൾ തൻ്റെ ജീവിതത്തെ ആകമാനമായി മാറ്റിയതായ ആകമാനമായി രൂപാന്തരം വരുത്തിയ ഒരു വെളിപ്പാടായിരുന്നു കർത്താവ് തനിക്ക് നൽകിയത്. സ്തോത്രം. ആ ഒരു വെളിപ്പാട് തൻ്റെ ജീവിതത്തെ സമൂലമായി മാറ്റം വരുത്തിയെങ്കിൽ സ്തോത്രം, ഇന്ന് രാത്രിയിൽ നമ്മുടെ ശുശ്രൂഷയുടെ ലെവലുകൾ മാറുവാൻ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നാം ഇതുവരെ ചെയ്തതായ ശുശ്രൂഷയുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുവാനായിട്ട് ശക്തിയുടെയും അധികാരത്തിൻ്റെയും ശുശ്രൂഷകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിനായി ഇന്ന് രാത്രി ദൈവത്തോട് നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന വാചകം ഇതാണ്: കർത്താവേ, അങ്ങയെക്കുറിച്ചുള്ളതായ ആഴമായ ഒരു വെളിപ്പാട് ഇന്ന് രാത്രി നീ എനിക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്തോത്രം, പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ ആഴമായ വെളിപ്പാട് പ്രാപിച്ചതിന് ശേഷമായിട്ട് അതേ ദമസ്കോസിൽ നിന്ന് മാത്രമല്ല യെരുശലേമിലും താൻ കടന്നുപോയ എല്ലാ ഇടങ്ങളിലും യേശു തന്നെയാണ് ക്രിസ്തുവെന്ന് വളരെ ശക്തിയുക്തം തെളിയിച്ചു വന്ന പൗലോസിൻ്റെ വാക്കുകൾ ലേഖനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. താൻ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നെനിക്കറിയാം, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെന്ന് താൻ അതിനോട് ചേർത്ത് പറയുകയാണ്. എന്നാൽ താൻ പറയുന്ന ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ സ്തോത്രം പൗലോസ് കണ്ടെത്തിയതായ ആ ഒരു വെളിപ്പാട്, പത്രോസിൽ വ്യാപരിച്ചതായ ആ ഒരു വെളിപ്പാട്, മറിയയ്ക്കുണ്ടായിരുന്ന ആ ഒരു വെളിപ്പാട് ഇന്ന് രാത്രി നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ സ്തോത്രം നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ സ്ഥിതിഗതികൾക്ക് കാര്യമായ വ്യത്യാസങ്ങൾ വരുവാനായിട്ട് പോകുകയാണ്. ആ ബഥാനിയയിലെ ദുഃഖസാന്ദ്രമായ ഭവനത്തിൽ സന്തോഷം കൊണ്ടുവരുവാൻ അത് കാരണമായി തീർന്നുവെങ്കിൽ, ശമരിയ പട്ടണം സ്തോത്രം അത്യധികം സന്തോഷിക്കുവാനും അവർ പ്രതീക്ഷിച്ചതുപോലെ മെസ്സിഹായെ കണ്ടെത്തുവാനും ആ സ്ത്രീക്കുണ്ടായ വെളിപ്പാട് കാരണമായി തീർന്നെങ്കിൽ, ഈ കാലഘട്ടങ്ങളിൽ ഈ ഒരു വെളിപ്പാട് പ്രാപിച്ചുകൊണ്ട് ഇന്നത്തെക്കാൾ ഉപരിയായി അനേകർക്ക് പ്രയോജനമുള്ള, അനേകരെ ദൈവകൃപയിലേക്ക് നയിക്കുന്ന, അനേകരെ സന്തോഷത്തിലേക്ക് നയിക്കുന്ന മഹത്തായ ഒരു ശുശ്രൂഷയുടെ വക്താവായി മാറേണ്ടതിന് ഇന്ന് രാത്രിയിലെ ഈ സന്ദേശം സഹായമായെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ വലിച്ചു നീട്ടിക്കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. തുറന്നുള്ള ചില നിമിഷങ്ങൾ നമുക്ക് ഒരുമിച്ച് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടി ഞാൻ സമയമെടുക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം നമുക്ക് ദൈവമാകെ അടച്ച് നമ്മുടെ തലകളെ ദൈവസ്ഥനെ വണക്കിക്കൊണ്ട് ഇന്ന് രാത്രി ഉയരങ്ങളിലേക്ക് നോക്കി നമുക്കൊരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാത്രിയിൽ അങ്ങയെക്കുറിച്ച് ഞങ്ങൾക്ക് പത്രോസിന് ലഭ്യമായതുപോലെ ആഴമായ ഒരു വെളിപ്പാട്, അല്ലെങ്കിൽ വളരെ സ്തോത്രം യേശു ദൈവപുത്രനാണെന്നുള്ള ആഴമായൊരു കാഴ്ചപ്പാടോടുകൂടെ ഞങ്ങളുടെ ശുശ്രൂഷയുടെ തുടർന്നുള്ളതായ സ്റ്റെപ്പുകൾ വയ്ക്കുവാൻ ഞങ്ങളുടെ മേൽ ദൈവം കൃപ നൽകണമേ എന്ന് നമുക്ക് ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞാൻ ചില വ്യക്തികളെയും ചില പട്ടണങ്ങളെയും ചൂണ്ടിക്കാണിച്ചുവല്ലോ. അതേ സ്തോത്രം, അവരുടെയൊക്കെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടായത്, വ്യതിയാനമുണ്ടായത്, സന്തോഷമുണ്ടായത്, വിടുതലുണ്ടായത്, അവരുടെ ദുഃഖം മാറിയത്, സ്തോത്രം, അവരെ അലട്ടിയിരുന്ന അന്ധകാര ശക്തികളുടെ ആധിപത്യങ്ങളിൽ നിന്ന് അവർക്ക് വിടുതലുണ്ടാകാൻ കാരണമായി തീർന്നതെല്ലാം അത് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള ഈ വെളിപ്പാടിൻ്റെ പകർച്ചയിലൂടെയാണ്. സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നമുക്കറിയാവുന്നൊരു യാഥാർത്ഥ്യമാണ് ആ ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ സംബന്ധിച്ച്. കർത്താവായ യേശു ക്രിസ്തുവും ശിഷ്യന്മാരും ആ പടകിറങ്ങുമ്പോൾ തന്നെ അതേ നാളുകളേറെയായി ദേശത്തെ
ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന, ആ ദേശത്തിൻ്റെ സമാധാനത്തിന് ഭംഗം വരുത്തിക്കൊണ്ടിരുന്ന ആ അശുദ്ധാത്മാവ് ബാധിച്ചതായ മനുഷ്യൻ അതേ ആ മലമുകളിൽ നിന്ന് ആ സമുദ്രതീരത്തേക്ക് ഓടി വരുമ്പോൾ ഇപ്രകാരം വിളിച്ചു പറയുകയാണ്, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിലെന്ത്? ഹല്ലേലൂയ. ആ മനുഷ്യന് വിടുതലുണ്ടാകാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അതേ പലപ്പോഴും തന്നെ താൻ ചതച്ചും ശരീരത്തെ മുറിപ്പെടുത്തിയും പോരുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് താൻ നിലവിളിക്കുകയും ചെയ്യുമായിരുന്നു. എൻ്റെ ചിന്തയിൽ സ്തോത്രം ഇടയ്ക്കിടയ്ക്ക് താൻ നോർമലാകുന്നു എന്നാണ് എൻ്റെ ചിന്ത. ആ സമയത്ത് സ്തോത്രം തൻ്റെ മനസ്സിൽ ഒരു വിടുതൽ താൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തു വന്നപ്പോൾ ഹല്ലേലൂയ, അശുദ്ധാത്മാവ് അവനിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും സ്തോത്രം അവൻ്റെ ഉള്ളിലെ അവിടുതലായുള്ള ആഗ്രഹം യേശു കണ്ടിട്ട് സ്തോത്രം അവനെ തേടി അവിടെ ചെല്ലുമ്പോൾ അശുദ്ധാത്മാവ് വിളിച്ചു പറഞ്ഞെന്താണ്? യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, ഇന്ന് രാത്രി ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ എന്ന് നാം യേശു ക്രിസ്തുവിനെ തെളിയിക്കുന്ന എല്ലാ മേഖലയിലും, യേശു ക്രിസ്തുവിനെ അപ്രകാരം നാം വരച്ചു കാട്ടുന്ന ഏത് മേഖലകളിലും ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകാതിരിക്കുകയില്ല. കാരണം അതേ സ്തോത്രം ദൈവത്തിൻ്റെ പുത്രനെ സ്തോത്രം ആ നിലയിൽ ഉയർത്തുന്നിടത്തെല്ലാം ദൈവമഹത്വം വെളിപ്പെട്ടിട്ടുണ്ട് എന്നത് ചരിത്ര യാഥാർത്ഥ്യം കൂടെയാണ്. ആകയാൽ ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം, അങ്ങയെക്കുറിച്ച് ഇതുവരെ ഞങ്ങൾ പ്രാപിച്ചിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി കർത്താവേ, ആഴമായ ഒരു വെളിപ്പാടോടുകൂടെ ഞങ്ങളുടെ ചൂട് മുമ്പോട്ട് വയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. പിതാവായ സ്വർഗസ്നായ എൻ്റെ പിതാവത്രേ ഇത് നിനക്ക് വെളിപ്പെടുത്തിയതെന്ന് പറഞ്ഞ് യേശു ക്രിസ്തു ശ്ലാഘിച്ച ആ പത്രോസിനെ ശ്ലാഘിച്ചതുപോലെ ഈ നാളുകളിൽ ദൈവപ്രസാദം നേടിക്കൊണ്ട് ശുശ്രൂഷയുടെ മേഖലകളിൽ, ആത്മീയ ജീവിതത്തിൻ്റെ മേഖലകളിൽ ശക്തിയോടെ മുൻപോട്ട് പോകാൻ കഴിയേണ്ടതിന് ഇന്ന് രാത്രി ഞങ്ങളുടെ ആന്തരിക കണ്ണുകൾ ഒന്ന് തുറക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശമരിയയിലെ കർത്താവെ, ആ പട്ടണം മുഴുവനും സന്തോഷത്തിലേക്ക് കടന്നു വരുവാൻ, രക്ഷിതാവിലേക്ക് കടന്നു വരുവാൻ കാരണമായത് ആ ശമരിയ സ്ത്രീക്ക് ലഭിച്ച ആ ദൈവിക വെളിപ്പാടാണെങ്കിൽ ഞങ്ങൾ പാർക്കുന്ന പട്ടണങ്ങൾ, ഞങ്ങൾ പാർക്കുന്ന ദേശങ്ങൾ കർത്താവെ ദൈവകൃപയിലേക്ക് കടന്നു വരുവാൻ, ദേശമായി കടന്നു വരുവാൻ ഈ നാളുകളിൽ കഴിയേണ്ടതിന് ഞങ്ങൾക്കങ്ങ് നൽകിയിരിക്കുന്നതായ ആന്തരിക കാഴ്ചപ്പാടുകൾ അത് യഥാർത്ഥമായി ഗ്രഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതിലൂടെ അത് സാധ്യമാകുമെന്നുള്ളത് കൊണ്ട് ഞങ്ങളായിരിക്കുന്ന ദേശത്ത്, ഞങ്ങളായിരിക്കുന്ന സഭകളിൽ കർത്താവ്, ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ അവിടെയെല്ലാം ദൈവമഹത്വം വെളിപ്പെടുത്തുമാറ് ഞങ്ങളുടെ കർത്താവ് കാഴ്ചപ്പാടുകളുടെ വ്യത്യാസം ദൈവം നൽകേണ്ടതിനായിട്ട് ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബഥാനിയിലെ ദുഃഖഭവനത്തെ സന്തോഷത്തിൻ്റെ പരിപൂർണതയിലേക്ക് നയിക്കുവാൻ ആ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് ക്രിസ്തുവെന്ന് അവൾ ഏറ്റുപറഞ്ഞത് കാരണമായെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾ നേരിടുന്ന ചില പ്രതിസന്ധികൾ, കർത്താവെ, പ്രതികൂലങ്ങൾ, വെല്ലുവിളികൾ, നിരാശകൾ ഒക്കെ അതിൻ്റെ എല്ലാം നടുവിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരുവാൻ കഴിയേണ്ടതിന് കർത്താവ് ഈ ഒരു വെളിപ്പാട് ആവശ്യമായിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു വെളിപ്പാടിലേക്ക് ദൈവം ഞങ്ങളെ കൊണ്ടുപോകേണ്ടതിനായിട്ട് ഞങ്ങൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുകയാണ്. ആ ഷണ്ണൻ താൻ പറഞ്ഞു, യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞതിലൂടെ കർത്താവ് അവൻ്റെ ജീവിതത്തിൽ രക്ഷാനുഭവം കടന്നു വന്നെങ്കിൽ, സന്തോഷം കടന്നു വന്നെങ്കിൽ, അതുപോലെ ഈ നാളുകളിൽ ഞങ്ങൾ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഇത്തരത്തിൽ അനേകർക്ക് പരിചയപ്പെടുത്തി അനേകരെ സന്തോഷത്തിലേക്കും രക്ഷാനുഭവത്തിലേക്ക് നയിക്കുവാനും കർത്താവ് ഞങ്ങളിലൂടെ സർവശക്തനായ ദൈവം വരും ദിവസങ്ങളിൽ സഹായിക്കേണ്ടതിനായിട്ടും ഞങ്ങളിപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും സകല പുകഴ്ചകളും സകല പ്രശംസകളും കർത്താവിന് മാത്രം ഞങ്ങൾ അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് പാസ്റ്റർ ജെയ്സണിലൂടെ നടത്തപ്പെടുന്ന ഈ മഹത്തായ ശുശ്രൂഷകൾക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, അതിലൂടെ ദൈവനാമം മഹത്വപ്പെടുവാൻ, ദൈവരാജ്യം പണിയുവാൻ, അനേകർക്ക് ആശ്വാസം വിടുതലുണ്ടാകുവാൻ കാരണമായി തീരേണ്ടതിനും ഈ തരണത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും പുകഴ്ചയും ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാത്രി എനിക്ക് വേദി തന്ന നിങ്ങളോടുള്ള നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തി.